മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 22 1/2 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് ദ വൺ സൈഡ് ഈസ് 3/4 സെന്റിമീറ്റർ ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്? മക്കളെ ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. റെക്ടാംഗിൾ നമുക്കറിയാം, റെക്ടാംഗിൾ ഇങ്ങനെയാണേ, ഈ റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണ്? 22 1/2 സെന്റിമീറ്റർ സ്ക്വയർ ഓർ സ്ക്വയർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇതൊരു റെക്ടാംഗിൾ ആണെങ്കിൽ മക്കളെ ഇതിന്റെ ഏരിയ തന്നു. ഏരിയ എത്രയാ? 22 1/2 സെന്റിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. ഇനി എന്താണ് അതിന്റെ വൺ സൈഡ്? മക്കളെ ഒരു സൈഡ് 3/4 എന്ന് തന്നു. നമുക്ക് ലെങ്ത് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്ത് എന്താണെന്നാണ് ചോദ്യം. ഏരിയ കാണാനുള്ള ഫോർമുല എന്താ മക്കളെ? ഏരിയ കാണുന്നത് എങ്ങനെയാ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഏരിയ എങ്ങനെ കാണുന്നേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ഏരിയ തന്നു, ഒരു സൈഡും തന്നു. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡ് എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം തന്നിരിക്കുന്നത് എന്താ? ഏരിയ. അതോടെ എഴുതുക. ഏരിയ 1 × 1/2 ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. ലെങ്ത് ഏരിയ കാണുന്നത് എങ്ങനെയാ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്? 3/4 ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ടോ? ബ്രെഡ്ത്ത് തന്നിട്ടില്ല. അപ്പം ബ്രെഡ്ത്ത് എങ്ങനെ കാണും? ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഇതിനെ എന്ത് ചെയ്യാം? ബ്രെഡ്ത്ത് കാണാം. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ സൈഡിലുള്ളത് ഇവിടെ ഇൻറ്റു ആണ്. അപ്പോൾ എന്തായി മാറും? ഡിവിഷനായി മാറും. അതൊക്കെ അറിയത്തില്ലേ? അപ്പോൾ 22 1/2 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. ആ കണ്ടുപിടിക്കുന്ന സാധനം നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇത് രണ്ടും എന്തായി മാറും? ഡിവൈഡ് ചെയ്യാനായിട്ട് മാറും. 22 1/2 ഡിവൈഡഡ് ബൈ 3/4. മക്കളെ ഇനി ഇതെന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് മാറ്റാം. 22 × 2 എത്രയാണ്? 44. 44 + 1/45/2 divided by 4 3s are 12. 12 + 5 15. 15/4. Okay, B is equal to 14/2 divided by 15/4 എന്ന് കിട്ടി. അപ്പോൾ മക്കളെ നമുക്ക് ഇങ്ങനെ കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതുക. 45/2 രണ്ടാമത്തെ നമ്പറിനെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ കണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്തായി മാറും? 4/15 ആയി മാറും. മക്കളെ ഇനി ഇവിടെ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെറുതാക്കാം. 45നെ 5നെ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കിയാൽ എന്തുകൊണ്ടാണ് പറ്റുന്നത്? 3 കൊണ്ട് പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് വരിക? എത്ര വരും ഇവിടെ? ഇത് നമുക്ക് ആദ്യം വെട്ടിക്കളയാം. രണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര വരും? 2 വരും. ഇനി ഇതോ 155 is 55. 115 is 15. 215 is 13. 315 എന്താ വരിക? 45. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടിനും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3. ഇനി നമ്മൾ എന്താ മക്കളെ ബാക്കി ഇവിടെയുള്ള 3ഉം 2ഉം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തിൽ രണ്ടും കൂടെ ഇൻറ്റു ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇത് അതിനൊക്കെ എളുപ്പമാണല്ലോ ഇത്. അപ്പം നമുക്ക് എത്ര കിട്ടും മക്കളെ? നമുക്ക് കിട്ടും ആൻസർ 3 × 2 എത്രയാണ്? 3 × 2 6 ആണ്. വാട്ട് ഈസ് ദി ആൻസർ? 6. ഒരു സൈഡ് എത്രയാണ് മക്കളെ വരുന്നത്? 6 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇവിടെ ഏരിയ തന്നു, ഒരു സൈഡ് തന്നു, മറ്റേ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങോട്ട് ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കറിയാം റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. 6 ആണ് ആൻസർ വരുന്നത്. മക്കളെ 5th ക്വസ്റ്റ്യന് എന്താ പറയുന്നത് നോക്കിയേ. ഹൗ many pieces each length 2 1/2 meter can cut off from rope length 11 1/2 meter? How many meters of rope will be left? മക്കളെ ഇവിടെ ടോട്ടൽ റോപ്പിൻ്റെ ലെങ്ത് 11 1/2 തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 2 1/2 മീറ്റർ ഉള്ള എന്ത് ചെയ്യുന്നു? പീസസ് എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ നമ്പർ ഓഫ് പീസസ് തന്നിട്ടില്ല. ഇതിനകത്ത് എത്ര നമ്പറാണ് തന്നിട്ടില്ല. ടോട്ടൽ തന്നിട്ടുണ്ട്, ഓരോ ലെങ്തിൻ്റെയും നീളം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്പർ ഓഫ് പീസസ് കാണണം. നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി മീറ്റർ ഓഫ് വിൽ ബി ലെഫ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുമ്പോൾ ബാക്കി എത്രയുണ്ടെന്ന്. മക്കളെ ഇവിടെ ടോട്ടൽ ലെങ്ത് തന്നു. ലെങ്ത് ഓഫ് പീസസ് അത് എത്രയാണ്? എത്ര പീസസ് ആണുള്ളത്? ലെങ്ത് ഓഫ് ഈച്ച് പീസ് ദാറ്റ് ഈസ്
2 1/2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ മക്കളെ എത്ര പീസസ് ഉണ്ടാവും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 11 1/2 അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ 11 1/2 എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? 11 × 2 22, 22 + 1 23/2. ടോട്ടൽ ലെങ്ത് 23/2 ഇൻറ്റു ലെങ്ത് ഓഫ് വൺ പീസ്. ഒരു പീസിന് ലെങ്ത് എത്രയാണ് മക്കളെ വന്നിരിക്കുന്നത്? 2 1/2. 2 1/2 ഇൻറ്റു നമ്പർ ഓഫ് പീസസ് ആണ്. ഇൻറ്റു നമ്പർ ഓഫ് പീസസ്. ഇവിടെ മക്കളെ നമുക്കിവിടെ നമ്പർ ഓഫ് പീസസ് എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് 2 1/2 ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ അതിനെ എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റും? 2 × 2 1/2. 2 × 2 4, 4 + 1 5, 5/2 ആണ്. അപ്പോൾ മക്കളെ നമുക്കിവിടെ എന്താ കാണേണ്ടത്? നമ്പർ ഓഫ് പീസ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. കണ്ടുപിടിക്കുന്ന സാധനം നമ്മൾ ഇങ്ങോട്ട് എഴുതുവാണേ. നമ്പർ ഓഫ് പീസസ്. നമ്പർ ഓഫ് പീസസ് എത്രയാണോ മക്കളെ അറിയത്തില്ല. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 23നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 23/2 ഡിവൈഡഡ് ബൈ 5/2. 5/2 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഇനി അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 23/2 ഇൻറ്റു 2/5. ഈ 2 × 2 കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ എത്രയാണ് മക്കളെ ഉള്ളത്? 23 ആണുള്ളത്. അപ്പോൾ 23നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? 5 4s are 20. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 23നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 5s are 20. ബാക്കി എത്രയാണുള്ളത്? ബാക്കി 3 ആണുള്ളത്. മക്കളെ ഇവിടെ നോക്കിക്കേ. ഇതിൻ്റെ ഉത്തരം എത്രയാണ് വരുന്നത്? നമുക്ക് കിട്ടിയ ആൻസർ നമ്മളിങ്ങനെ കിട്ടിയ ആൻസർ സൈഡിൽ എഴുതുന്നു. ദെൻ ഡിനോമിനേറ്റർ മുകളിൽ എഴുതുന്നു. ഇവിടെ താഴെ എഴുതുന്നു. 4 3/5 ആണ് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ എത്ര ഭാഗമുണ്ട് മക്കളെ? എത്ര ഭാഗമുണ്ട്? 4 ഭാഗം അല്ലേ? നമ്പർ ഓഫ് പീസ് എത്ര കിട്ടി? നമ്പർ ഓഫ് പീസസ് നമ്മൾ ഡിവൈഡ് ചെയ്തതിന് മുറിച്ച് നമുക്കിപ്പോൾ ടോട്ടൽ ലെങ്ത് തന്നു. അതിനെ ഒരു പീസിൻ്റെ ലെങ്ത് 2 1/2 തന്നു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പീസസ് എത്ര ഭാഗങ്ങളുണ്ടെന്നാണ് ചോദ്യം. അത് എത്രയുണ്ട്? 4 പാർട്ട്. ഒരു പൂർണ്ണസംഖ്യ അല്ല മക്കളെ തന്നിരിക്കുന്നത്. 4 3/5 തന്നിരിക്കുന്നത്. അതായത് ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് കിട്ടിയ ഈക്വലായി ഡിവൈഡ് ചെയ്തിട്ട് ഈ കിട്ടിയ ഉത്തരവാണെന്ത്? 4 പാർട്ട് ഉണ്ട്. 4 പാർട്ട്. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 3/5 ഉണ്ട്. ഈ 3/5 കൊണ്ട് 4 പാർട്ട് ഉണ്ട്, 3/5 ഉണ്ട്. അപ്പോൾ 3/5 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബാക്കി വന്നിരിക്കുന്നത്. മൊത്തം ഈ 4 പാർട്ടായി നമ്മൾ ചെയ്തു. ബാക്കി 3/5 വന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ ഒരു ഭാഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? ഒരു ഭാഗത്തിൻ്റെ നീളം നമ്മൾ കണ്ടെത്തി 2 1/2. ഒരു ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? 2 1/2 ആണ്. ഈ 2 1/2 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 5/2 ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തതാണ്. 2 1/2 എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം വരുന്നത്? 5/2 ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു. നമുക്ക് കിട്ടിയ ഉത്തരം കിട്ടിയപ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ കിട്ടി. മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്താ? അത്രയും ഭാഗമാണുള്ളത്. അത്രയും നമ്പർ ഓഫ് പീസസ് എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗമാണുള്ളത്. എന്നിട്ട് ബാക്കി വരുന്നത് എന്താണ്? ഇതാണ് ബാക്കി വന്നിരിക്കുന്നത്. 3/5 ആണ് ബാക്കി വന്നിരിക്കുന്നത്. ഈ കിട്ടിയൊരു പൂർണ്ണസംഖ്യയെ നമ്മൾ അത്രയും ഭാഗമായിട്ട് എഴുതി. ബാക്കി ഇത്രയും ഭാഗം വന്നു. അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? ഒരു ഭാഗം എത്രയാണ്? ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? 2 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇത്രയും ഭാഗം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വെരി ഈസിയാണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 3/5 എന്ത് ചെയ്യണം? 3/5 ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് മക്കളെ? ബാക്കി വന്ന ഭാഗം 3/5നെ നമ്മൾ ലെങ്ത് ഓഫ് വൺ പീസ് എന്ന് പറയുന്നത് എന്താ? 1 1/2 ആണ്. അതെന്താണ്? 5/2 ആണ്. 5/2 ആണ് മക്കളെ. നമ്മൾ ഇനി ഇതിൽ എന്ത് ചെയ്യണം? 3/5 ബാക്കി വന്ന ഭാഗം ഒരു ഭാഗം എന്ന് പറയുന്നത് 5/2 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി വന്ന ഭാഗം എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ഈ 3 അതുപോലെ എഴുതുന്നു. ഇവിടെ ഈ 2 ഉണ്ട്. ഓക്കെ. ഇനി വലിയ നമ്പർ മുകളിൽ താഴെ ചെറിയ നമ്പർ വന്നു. 3/2 നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ മക്കളെ എങ്ങനെ എഴുതാം? ഡിവൈഡ് ചെയ്യാം. 3 ഡിവൈഡ് ബൈ 2. 1 2s are 2. ബാക്കി എന്താ ഉള്ളത്? കിട്ടിയ ഉത്തരം എന്താണ്? 1 ആണ്. ഇവിടുത്തെ ഉത്തരം കിട്ടിയ ആൻസർ റിമൈൻഡർ ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് അറിയത്തില്ലേ? നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ സൈഡിൽ എഴുതുന്നു. റിമൈൻഡർ മുകളിൽ എഴുതുന്നു. ഡിവൈസർ താഴെ എഴുതുന്നു. അപ്പോൾ മക്കളെ ഇനി എത്ര ഭാഗമാണ് ബാക്കിയുള്ളത്? 1 1/2 പാർട്ടാണ് എന്തുള്ളത്? ബാക്കിയുള്ളത്. ക്ലിയർ ആയോ?
ഓക്കെ, നിങ്ങൾ 1-2 വട്ടം ഒന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോക്കിയതിന് ശേഷം ഒന്നുകൂടെ ശരിക്കും എഴുതി നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും കൂടെ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടൊന്നും മാറാൻ ഇച്ചിരി ടഫാണല്ലോ. അപ്പം നമുക്കൊന്ന് ഒന്നുകൂടെ ഒറ്റ പ്രാവശ്യം വന്ന് നോക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11/1/2 ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് ലെങ്ത് ഓഫ് 1 പീസ്. പക്ഷെ എത്ര പീസായി ഡിവൈഡ് ചെയ്തപ്പോഴാണ് ടോട്ടൽ ലെങ്ത് കിട്ടിയത്, നമ്പർ ഓഫ് പീസ് ഒന്നും തന്നിട്ടില്ല. ഇത് രണ്ടും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് പീസ് ആദ്യം കണ്ടെത്തണം. ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണ്ടേ, ടോട്ടൽ ലെങ്ത് കിട്ടണ്ടേ. അപ്പോൾ ടോട്ടൽ ലെങ്ത് തന്നിട്ടുമുണ്ട്, നമ്പർ ഓഫ് പീസ് തന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും? മിക്സഡ് ഫ്രാക്ഷനെ എല്ലാം പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി കഴിയുമ്പോൾ 23, പിന്നെയോ 2/1/2 കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് പീസ് കാണാനായിട്ട് 23/2നെ 5/2 കൊണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ റെസിപ്രോക്കൽ കണ്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മക്കളെ കിട്ടുന്നത്? ഇതാ ഈ 2 2 വെട്ടിപ്പോയി 23/5 ആണ് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. 4ന് നമ്മൾ സൈഡിൽ കിട്ടിയ ആൻസർ സൈഡിൽ. അപ്പോൾ അത്രയും ഭാഗമുണ്ട്. ബാക്കി വരുന്ന ഭാഗം എത്രയാണ് മക്കളെ? 3/5 ആണ് ബാക്കി വരുന്നത്. അപ്പോൾ ആ 3/5 എന്ന് പറയുന്നത് അതിൽ ഒരു പീസ് എന്ന് പറയുന്നത് എന്താ? 3/5 അല്ല, നമുക്കറിയാം 1 പീസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 2/1/2 ആണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് എത്ര കിട്ടുന്നു? ബാക്കി വരുന്ന ഭാഗം കിട്ടുന്നു 1/1/2 എന്ന് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.